അപ്പസ്തോലന്റെ ജീവിതങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാം. ആത്മ നിയന്ത്രണത്തോടെ ദൈവത്തിന് മുമ്പിൽ തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ പരിശ്രമിച്ചപ്പോൾ ദൈവം സ്ഥിരമായ ഐശ്വര്യം നൽകി അവരെ ഉയർത്തിയത്. പൗലോസ് അപ്പസ്തോലന്റെ ജീവിതത്തെ കുറിച്ച് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ 26-27 വാക്യങ്ങളിൽ അപ്പസ്തോലൻ തന്നെ വിവരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അപ്പസ്തോലൻ പഠിപ്പിക്കുകയാണ്, ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല, ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെയല്ല. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് ഞാൻ എന്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുന്നു. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുന്നു. അപ്പസ്തോലനെ കർത്താവ് ഉയർത്തി വലിയ നേതൃസ്തംഭമായി പൗലോസ് അപ്പസ്തോലൻ ഇന്ന് എണ്ണപ്പെടുന്നു. ദൈവത്തിന് മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും അദ്ദേഹത്തിന് മേൽ അംഗീകാരം ഉണ്ടായി. പ്രിയപ്പെട്ട ദൈവവൈതലേ, ജീവിതത്തിൽ ആത്മനിയന്ത്രണത്തിന് വലിയ വിലയുണ്ട്. ജീവിതത്തിൽ ആത്മനിയന്ത്രണത്തിന് ജീവിതത്തിന്റെ ഗതിയെ നിർണായകമാവിധം മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. ഞാനും നിങ്ങളും ആത്മനിയന്ത്രണത്തിന്റെ വഴികളിലേക്ക് തിരിഞ്ഞാൽ ദൈവം ആ ജീവിതത്തെ അനുഗ്രഹിക്കും, ദൈവം ആ ജീവിതത്തെ ആശീർവദിക്കും. വീട്ടിൽ ഒരു വഴക്കുണ്ടായി, വീട്ടിൽ അപ്പൻ ദേഷ്യപ്പെട്ടു, വീട്ടിൽ അമ്മ ദേഷ്യപ്പെട്ടു. നീ ഉടനെ എടുത്തു ചാടി പിപ്പിടി കാട്ടി ചാടി പോകരുത്. നീ അവിടെ വിധേയത്വത്തോടെ നിൽക്കണം. വചനം സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, രാജാവ് കോപിച്ചാൽ സ്ഥലം വിടാതെ അവിടെ തന്നെ നിൽക്കുക. വിധേയത്വം വലിയ തെറ്റുകൾക്ക് പരിഹാരമായി ഭവിക്കും. രാജാവ് കോപിച്ചാൽ സ്ഥലം വിടാതെ അവിടെ തന്നെ നിൽക്കണം. വിധേയത്വം വലിയ തെറ്റുകൾക്ക് പരിഹാരമായി മാറും. നിന്റെ മേലധികാരി കോപിക്കുമ്പോൾ, നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നീ എടുത്തു ചാടി പൊട്ടിത്തെറിച്ച് ചാടി പോകാനുള്ളവനല്ല. നീ ആത്മനിയന്ത്രണത്തോടെ ദൈവത്തിന്റെ മഹത്വത്തോടെ വെളിപ്പെടുത്താനുള്ള വ്യക്തിയാണ്. നിന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, നിന്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആത്മനിയന്ത്രണം വിട്ട് ഞാൻ ചാകും എന്ന് പറയാനുള്ള വ്യക്തിയല്ല നീ. നിയന്ത്രണം വേണം, ആത്മനിയന്ത്രണം വേണം, സംയമനം വേണം. ജീവിതത്തിൽ ആത്മനിയന്ത്രണത്തോടെ പ്രശ്നത്തിന് മുമ്പിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താനുള്ളവനാണ് നീ. ദൈവം തന്നെ മഹത്വം നിനക്കായി കാണിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? ജീവിതത്തിൽ ആത്മനിയന്ത്രണം പാലിക്കണം. ജീവിതത്തിൽ ആത്മനിയന്ത്രണ വഴികളിലേക്ക് വരണം. ജീവിതത്തിൽ ആത്മനിയന്ത്രണത്തിന്റെ പാതകളിലൂടെ നടക്കണം. വിശുദ്ധ ലിഖിതത്തിൽ വീണ്ടും വീണ്ടും ദൈവമക്കളെ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആത്മനിയന്ത്രണം പോലെ പ്രയോജനകരമായ ഒന്നും ഈ മനുഷ്യ ജീവിതത്തിൽ ഇല്ല. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായം 7-ാം വാക്യം, ആത്മനിയന്ത്രണം, നീതി, ധൈര്യം, വിവേകം, ഇത് ജ്ഞാനം പരിശീലിപ്പിക്കുന്നു. ഇവയേക്കാൾ പ്രയോജനകരമായ ഒന്നും ജീവിതത്തിൽ ഇല്ല. ഈ നിമിഷങ്ങളിൽ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കരുണയുടെ സ്പർശനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരു നിയന്ത്രണം വേണം, നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ട വേണം, നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമം വേണം. നമ്മുടെ ജീവിതത്തിന് ദൈവത്തോട് അടുക്കാൻ, നമ്മുടെ ജീവിതത്തെ ദൈവത്തോട് അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് ചുറ്റുമുള്ള നിയന്ത്രണമില്ലാതെ കുത്തഴിഞ്ഞ് ജീവിതം നയിക്കുന്നവരെ പോലെ നമ്മുടെ ജീവിതത്തെ കുത്തഴിഞ്ഞ വെറിക്കുത്തുകൾക്ക് വിട്ടുകൊടുക്കരുത്. ജീവിതത്തെ ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രീതികരവും സുരഭിലവുമായ ഒരു കാഴ്ചയായി ദൈവത്തിന്റെ സന്നിധി രൂപാന്തരപ്പെടുത്താൻ ആത്മനിയന്ത്രണം ഒരു ദൈവപൈതലിനെ സഹായിക്കുന്നു. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, ദൈവം അവന് നൽകും. യാക്കോബ് ലേഖനത്തിൽ 1-ാം അധ്യായം 5-ാം വാക്യം, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവിടുന്ന് അവന് നൽകും. ആത്മനിയന്ത്രണം ഇല്ലാത്ത ആരും വിഷമിക്കേണ്ട. ആത്മനിയന്ത്രണം ഇല്ലാത്തവർ ഇപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ദൈവം ആത്മനിയന്ത്രണത്തിന്റെ വരം നൽകി ജീവിതത്തെ ഇന്ന് ശോഭനമാക്കുന്ന സുദിനമാണ്. ആത്മനിയന്ത്രണത്തിന്റെ വരം നൽകി ഇന്ന് ജീവിതത്തെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. ദൈവത്തിന്റെ ആത്മനിയന്ത്രണം എന്ന വരം ഈ നിമിഷം ജീവിതത്തിലേക്ക് നിറയാൻ ആഗ്രഹിക്കുന്നുവോ? ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക, ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. എവിടെയാണോ അവിടെ ഇരുന്ന് ദൈവനാമം വിളിക്കുക, യേശുവിനെ വിളിക്കുക. യേശുവിന്റെ നാമത്തിൽ ആത്മനിയന്ത്രണ വരം പിതാവായ ദൈവം നൽകി ഇന്നിപ്പോൾ നിന്നെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ സന്നിധിയിൽ അങ്ങയുടെ നാമം വിളിച്ച് ആത്മനിയന്ത്രണത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ കുത്തഴിഞ്ഞ് എല്ലാം തകർന്ന് പലതരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയമായി ജീർണതയിലേക്ക് അടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ ആത്മനിയന്ത്രണത്തിന്റെ അഭിഷേകത്തിലേക്ക് നയിക്കണമേ. ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, ജീവിതത്തിന് രൂപവും ഭാവവും നൽകാൻ പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. എന്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്റെ ചിന്തകളെ ക്രമപ്പെടുത്തണമേ. പൊട്ടിത്തെറിക്കുന്നതിന്റെ സ്വഭാവത്തെ ക്രമപ്പെടുത്തണമേ. എടുത്തു ചാടുന്നതിന്റെ സ്വഭാവത്തെ ക്രമപ്പെടുത്തണമേ. പിടിവാശിയുടെ സ്വഭാവത്തെ ക്രമപ്പെടുത്തണമേ. വിശുദ്ധിയുടെ അഭിഷേകം, ജ്ഞാനത്തിന്റെ അഭിഷേകം,
വിധേയത്വത്തിന്റെ അഭിഷേകം, നിയന്ത്രണത്തിന്റെ അഭിഷേകം എന്റെ മേൽ ഇപ്പോൾ സമൃദ്ധമായി ചൊരിയണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ കൃപയോടെ സ്പർശിക്കണമേ. പിതാവേ കൃപയോടെ സ്പർശിക്കണമേ. പിതാവേ കൃപയോടെ സ്പർശിക്കണമേ. ആത്മനിയന്ത്രണത്തിന്റെ അത്ഭുത അഭിഷേകം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. എല്ലാ മാസവും 3-ാം ഞായറാഴ്ച സഹിയോൻ ധ്യാനകേന്ദ്രവും പാലക്കാട് ടൗൺ പ്രയർ ഗ്രൂപ്പും ചേർന്നൊരുക്കുന്ന ഏകദിന വചന പ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും പാലക്കാട് ടൗൺ ഹാൾ അനക്സിൽ വെച്ച് നടത്തപ്പെടുന്നു. സമയം രാവിലെ 9:30 മുതൽ 4 മണി വരെയും വൈകിട്ട് 5:30 മുതൽ 9 മണി വരെയും. നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. യേശുവേ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു ഞാൻ, ആരാധനയ്ക്കു യോഗ്യനേ പുകഴ്ത്തുന്നു പുകഴ്ത്തുന്നു ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹോസന്ന ഹോസന്ന ഹോസന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹോസന്ന ഹോസന്ന ഹോസന്ന. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. സകല ലോകത്തിന്റെയും ദൈവം, സകല മർത്യരുടെയും കർത്താവ്, സകലരെയും തന്റെ കാരുണ്യത്താൽ കാത്തു പരിപാലിക്കുന്നവൻ ഇതാ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ കരുണയുണ്ട്. ഈ നിമിഷങ്ങളിൽ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ ദൈവം തന്റെ സമ്പത്ത് വർഷിക്കും. ഈ നിമിഷങ്ങളിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ ദൈവം തന്റെ സൗഖ്യം ചൊരിയും. മനസ്സിൽ കുത്തഴിഞ്ഞ അവസ്ഥയുള്ളവർ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ജീവിതം കുത്തഴിഞ്ഞ വിധം ഇരിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. പലതരത്തിലുള്ള തകർന്ന സ്വഭാവങ്ങൾക്കുടമയായവർ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ജീവിതത്തിൽ ആത്മനിയന്ത്രണത്തിന്റെ അഭിഷേകം ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ കരുണ സകല ജനത്തിന്റെ മേലും പ്രവഹിക്കുന്ന സമയമാണിത്. ഈ നിമിഷം ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്ന സകലരുടെ മേലും കർത്താവ് തന്റെ അരൂപിയാൽ രൂപാന്തരീകരണം നൽകും. ഓ ദൈവമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലരുടെ മേലും കരുണ ചൊരിയണമേ. ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി വാർത്തെടുക്കണമേ. അന്ധകാരത്തിൽ കഴിയുന്ന, അന്ധകാരത്തിന് തടവറിലിരിക്കുന്നവർ ഇപ്പോൾ പുതിയ പ്രകാശത്തിന്റെ അഭിഷേകം പ്രാപിക്കട്ടെ. നിയന്ത്രണത്തിന്റെ ശക്തി, ആത്മനിയന്ത്രണത്തിന്റെ അഭിഷേകം സകലരുടെ മേലും ദാനമായി കിട്ടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനെ, അങ്ങയുടെ ശക്തിയുടെ അഭിഷേകം, നിയന്ത്രണത്തിന്റെ അഭിഷേകം, കൃപയുടെ അഭിഷേകം, പുതിയ ജീവിതത്തിലേക്ക് നയിക്കുന്ന ആത്മാവിന്റെ അഭിഷേകങ്ങൾ ഇപ്പോൾ പ്രിയപ്പെട്ട മക്കൾക്കെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുസരണത്തിന്റെ അഭിഷേകം, വിശുദ്ധിയുടെ അഭിഷേകം, വിധേയത്വത്തിന്റെ അഭിഷേകം, കൂട്ടായ്മയുടെ അഭിഷേകം, കുടുംബത്തിൽ യോജിച്ച് ചിന്തിക്കാനുള്ള അഭിഷേകം, മാതാപിതാക്കളോട് ചേർന്ന് ജീവിക്കാനുള്ള അഭിഷേകം, ജീവിത പങ്കാളിയോട് ചേർന്ന് ചിന്തിക്കാനുള്ള അഭിഷേകം, ഐക്യത്തിന്റെ അഭിഷേകം സകല കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ പ്രവഹിക്കട്ടെ. യേശുവേ ആരാധന, ആരാധന. കുടുംബങ്ങളിൽ നിന്ന് എല്ലാ വികട ചിന്തകളും വിട്ടുപോകട്ടെ. എല്ലാ അനൈക്യ ചിന്തകളും വിട്ടുപോകട്ടെ. ആത്മനിയന്ത്രണത്തിന്റെ അഭിഷേകം കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. ആത്മനിയന്ത്രണത്തിന്റെ അഭിഷേകം കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. മക്കൾക്ക് ആത്മനിയന്ത്രണത്തിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ജീവിത പങ്കാളിക്ക് ആത്മനിയന്ത്രണത്തിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. മാതാപിതാക്കൾക്ക് ആത്മനിയന്ത്രണത്തിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ജീവിതങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. പരിശോധിക്കുന്നവർ യുദ്ധം നേടുന്നു. ആധികാരം
ദൈവമേ അത്ഭുത വരങ്ങളാൽ നിറയ്ക്കണമേ. ജീവിക്കുന്ന ദൈവമേ അത്ഭുത അഭിഷേകത്താൽ ജ്വലിപ്പിക്കണമേ. തളർന്നിരിക്കുന്നവർ, കെട്ടുപോയ ജീവിതങ്ങൾ ഇപ്പോൾ പുനർജീവൻ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തളർന്ന ജീവിതങ്ങൾ പുതുശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. തെക്കിയോനിലേക്കുള്ള വഴി പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ മണ്ണാർക്കാട് നിന്ന് ആനകെട്ട് റൂട്ടിൽ സൈലന്റ് വാലി ചുരത്തിലൂടെ 1.25 മണിക്കൂർ യാത്ര ചെയ്താൽ അട്ടപ്പാടി താവളം തെക്കിയോൻ ധ്യാനകേന്ദ്രത്തിലെത്താം.